Miracle Makers. Welcome to my new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ വൈബ്രേഷനെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉയർത്താൻ സാധിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ മാനിഫെസ്റ്റേഷന് വൈബ്രേഷനെ ഉയർത്തേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയും. പക്ഷേ അത് എങ്ങനെ സാധിക്കും എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് വൈബ്രേഷനെ ഇൻസ്റ്റൻ്റ്ലി ഉയർത്താം എന്ന് നോക്കാം. എൻ്റെ ഈ ചാനലിൽ മാനിഫെസ്റ്റേഷനെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള ടിപ്സും ടെക്നിക്സുകളും ഡീറ്റെയിൽസുകളുമാണ് തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൈബ്സ് അട്രാക്ട് യുവർ ട്രൈബ്സ്. നിങ്ങളുടെ വൈബ്സ് എങ്ങനെയാണ്, നിങ്ങളുടെ വൈബ് എങ്ങനെയാണോ അതായിരിക്കും നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ നമ്മളൊരു ഒരു 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 പഴഞ്ചൊല്ലില്ലേ, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ക്യാരക്ടർ അറിയണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നോക്കിയാൽ മതി എന്നുള്ളത്. അത് തന്നെയാണ്, സെയിം തന്നെയാണ്. അതായത് നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങളുടെ ചുറ്റും അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു വൈബ്രേഷനെ ഹയർ ലെവലിലേക്ക് എത്തിക്കാനുള്ള ടെക്നിക്സുകൾ ഞാൻ പറഞ്ഞു തരാം. ഈ വൈബ്രേഷനെ ഹയർ ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്നായിരിക്കും. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും മാനിഫെസ്റ്റേഷന്. ഓഷോ പറഞ്ഞിട്ടുണ്ട്, കോൺഷ്യസ്നെസ് ഫാൾസ് ടു ദ ഡേ ബട്ട് ഇറ്റ് ഹാസ് ടു ബി ലിഫ്റ്റഡ്. നമ്മൾക്കെല്ലാം വൈബ്രേഷനെ ഉയർത്തിയാലും അത് പിന്നെയും താഴേക്ക് ഡൗൺ ആയി പോകും. നമ്മൾ അതിനെ ഇടയ്ക്കിടയ്ക്ക്, അതായത് നമ്മളിത് ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. ഇത് ഒരു വട്ടം ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ 21 ദിവസം ചെയ്യുന്നത് കൊണ്ടോ ഒന്നുമല്ല. നമ്മളുടെ വൈബ്രേഷനെ എപ്പോഴും ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ നമ്മൾ ഈ ടെക്നിക്കുകൾ ഡെയിലി ചെയ്യേണ്ടതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു സന്തോഷകരമായ ഒരു കാര്യം സംഭവിച്ചു. നിങ്ങളുടെ ലൈഫ് ലോങ് ആ സന്തോഷം നിൽക്കുമോ? ഇല്ല. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം നിൽക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ലോ വൈബ്രേഷനിലേക്ക് പോകും, ഡൗൺ ആയി പോകും. അപ്പോൾ നിങ്ങൾ അതിനെ ഡെയിലി നിങ്ങളുടെ വൈബ്രേഷനെ അപ്ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്. ഹൈ ബീറ്റ്സ് ഉള്ള വളരെ അടിച്ചുപൊളിയായിട്ടുള്ള പാട്ടുകൾ, നമ്മൾ പറയത്തില്ല ഫാസ്റ്റ് സോങ്സ് അല്ലെങ്കിൽ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സുകൾ കേൾക്കുക. എത്ര വിഷമത്തിലായിരുന്നാലും സാഡ് സോങ്സ് കേൾക്കാതിരിക്കുക. നിങ്ങൾക്കൊരു ചെറിയൊരു വിഷമമായിരിക്കും, നിങ്ങൾ ചെറിയൊരു സാഡ് സോങ് കേട്ടു തുടങ്ങും. ബ്രേക്കപ്പ് സോങ്, ലവ് ബ്രേക്കപ്പ് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങും സാഡ് സോങ്. ഈ സാഡ് സോങ്സ് ഒക്കെ കേട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ വിഷമമായിരിക്കും. ചിലപ്പോൾ ഒരു ആരെങ്കിലും ഒരു വഴക്ക് പറഞ്ഞതായിരിക്കാം പ്രശ്നം. പക്ഷെ നിങ്ങൾ ഇങ്ങനൊരു സാഡ് സോങ് കേട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരും. നിങ്ങളുടെ ആ വഴക്ക് പറഞ്ഞ വിഷമത്തിൽ നിന്ന് മാറിയിട്ട് വേറൊരു ഇൻസിഡന്റിനകത്ത് പോകും, അതിൽ നിന്ന് വേറൊരു ഇൻസിഡന്റിനകത്ത് പോകും. ഇങ്ങനെ ജമ്പ് ചെയ്ത് മൈൻഡ് പോകും. നിങ്ങളെ കൂടുതൽ വിഷമത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതേ സമയത്ത് നിങ്ങൾ സന്തോഷകരമായ പാട്ട് അല്ലെങ്കിൽ വളരെയധികം അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ഹൈ ബീറ്റ്സ് പാട്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകും. ഒന്നുമല്ലെങ്കിലും നമുക്ക് നല്ല മെഡിറ്റേഷൻ മ്യൂസിക്കുകൾ കേൾക്കാം, അല്ലെങ്കിൽ റിലാക്സേഷൻ മ്യൂസിക്കുകൾ കേൾക്കാം. എൻ്റെ ചാനലിൽ തന്നെ ഹൈ വൈബ്രേഷൻ്റെ മ്യൂസിക് ഉണ്ട്, നിങ്ങൾക്ക് ആ മ്യൂസിക്കുകൾ കേൾക്കാം. സെക്കൻഡ് എന്ന് പറയുന്നത്, ആ ഒരു സ്പേസ് നിങ്ങൾ എവിടെയാണോ വളരെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡ് തിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ സങ്കടകരമായി തോന്നുന്നത്, നിങ്ങൾ ആ ഒരു സ്പേസിന് പുറത്തിറങ്ങുക. ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീടിന് പുറത്തിറങ്ങുക. അതല്ല നിങ്ങൾ ക്ലാസ് റൂമിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാഷ്റൂം ബ്രേക്ക് ചോദിച്ചിട്ട് നിങ്ങൾ ക്ലാസ് റൂമിന് പുറത്തിറങ്ങുക. വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഷ്റൂം ബ്രേക്ക് എടുക്കാം അല്ലേ? ജസ്റ്റ് ഒരു ബ്രേക്ക് ചോദിച്ചിട്ട് നിങ്ങൾ പുറത്തിറങ്ങുക. ആ ഒരു സ്പേസിൽ നിന്നും മാറി നിൽക്കുക. ബിക്കോസ് ഓൾറെഡി ആ ഒരു സ്പേസിനകത്ത് നെഗറ്റീവ് എനർജിയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മൈൻഡിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി, നിങ്ങളുടെ തോട്ട്സിൽ നിന്നുള്ള നെഗറ്റീവ് എനർജിയും അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ കൂടുതൽ നേരം ഇനിയും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് കൂടുതൽ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്കറിയാം, നിങ്ങൾ ഇങ്ങനെ ഒരു നെഗറ്റീവും സാഡായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു സ്പേസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഒട്ടും തോന്നുകയില്ല. അതെനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് അവിടുന്ന് പുറത്തിറങ്ങണം, എനിക്ക് പുറത്തിറങ്ങണം എന്നൊരു ചിന്ത വരുത്തുക. അടുത്തെന്ന് പറയുന്നത്, ഇപ്പം വീടിന് പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പേസിനെ ഡീക്ലട്ടർ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ മൈൻഡിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ഇരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കുന്നത്.
നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാധനം ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയുക. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സാധനമാണോ അവിടെ ഇരിക്കുന്നത് നോക്കുക. നിങ്ങൾക്ക് ഒരു രീതിയിലും സന്തോഷം തരുന്നില്ല, നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസിന്റെ കാര്യങ്ങളാണ്, പാസ്റ്റ് റിലേഷൻഷിപ്പിന്റെ നിങ്ങളുടെ ഫോട്ടോസ്, ഗിഫ്റ്റ് എന്തൊക്കെയാണ്, അത് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് തരുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനെ കളയുക. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ യൂസ് ഇല്ലാത്തതും ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നതും അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ റൂമിൽ നിന്നും നിങ്ങൾ അതിനെ ക്ലിയർ ചെയ്ത് കളയുക. അത്രയും നല്ലതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയും പോസിറ്റീവായിട്ടുള്ള ഇൻസിഡൻസും മൊമെന്റ്സും കയറി വരുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ഫ്രാഗ്രൻസ്. വളരെ നല്ല മണമുള്ള എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സ്പ്രേ ഉപയോഗിക്കാം, റൂം സ്പ്രേ ഉപയോഗിക്കാം. കാരണം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു വളരെ നല്ലൊരു മണം നിങ്ങളിലേക്ക് എത്തണം. എന്തെങ്കിലും ഒരു ഫുഡ് കുക്ക് ചെയ്യുന്ന മണം, അല്ലെങ്കിൽ ഒരു ഫ്ലവറിന്റെ മണം, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ളൊരു മണം നിങ്ങളിലേക്ക് എത്തുമ്പം നിങ്ങൾ പെട്ടെന്നൊരു നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആവുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ അരോമ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മളുടെ പല അസുഖങ്ങൾക്കും നമ്മുടെ മൂഡ് സ്വിങ്ങിനും ഒക്കെ തന്നെ അരോമ തെറാപ്പി ഉപയോഗിക്കുന്നത് വെച്ചാൽ പലതരത്തിലുള്ള മണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ എത്ര നല്ലൊരു സ്പേസ് ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹാപ്പി ഫീൽ പിന്നെ നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ തോന്നില്ല, അല്ലേ? അതായത് മണത്തിന് അതല്ലെങ്കിൽ ഗന്ധത്തിന് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട് നമ്മുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യാനും നമ്മുടെ വൈബ്രേഷനെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നേച്ചർ. കൂടുതൽ സമയം നമ്മൾ നേച്ചറിൽ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അതായത് ഒരു റൂമിനകത്ത് തന്നെ അടച്ചു കെട്ടിയിരിക്കാതെ കുറച്ച് പുറത്തിറങ്ങുക, പുറത്തൊക്കെ പോവുക. അതായത് നേച്ചർ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഹീലിംഗ് എനർജിയാണ്. നമ്മൾക്കെല്ലാം എന്തൊരു അസുഖത്തിനും എന്തൊരു മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സിനായാലും എന്തിനായാലും ഒരു ഹീലിംഗ് ആയിട്ടുള്ള ഒരു പവർ നേച്ചറിനുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നേച്ചറിൽ ഓപ്പൺ സ്പേസിൽ പോകുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും, നിങ്ങൾ ഈ റൂമിനകത്തിരുന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തി പുറത്തിറങ്ങി ഒന്ന് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു മൈൻഡ് മാറുന്നതും നിങ്ങളുടെ ആ ഒരു തോട്ട്സ് പാറ്റേൺ മാറുന്നതും നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ കൂടുതലും നേച്ചറുമായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ വൈബ്രേഷനെ പെട്ടെന്ന് ഉയർത്താൻ സാധിക്കുന്ന ടിപ്സുകൾ. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു വൈബ്രേഷനും നല്ല ഒരു എനർജറ്റിക്കും ആയിരിക്കും. നമ്മളുടെ ഡേ പോയി വരുമ്പോൾ, അതായത് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ടത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ എനർജി ഫാൾ ആവുകയും അതേപോലെ തന്നെ നമ്മുടെ വൈബ്രേഷൻ ലോ ആവുകയും ആ ഡേയിൽ കിട്ടിയ എല്ലാ നെഗറ്റിവിറ്റികളും കൊണ്ടിട്ട് നമ്മുടെ വൈബ്രേഷൻ ലോ ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എക്സ്പെഷ്യലി വൈകിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം രാവിലെ തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ നെഗറ്റിവിറ്റികളെയും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ വൈബ്രേഷനെ ഉയർത്താൻ സാധിക്കും. വൈബ്രേഷൻ ഉയർത്തി കഴിഞ്ഞാൽ ഒരു ഹാപ്പി ലൈഫ് ആയിരിക്കും കിട്ടുന്നത്. ഹാപ്പി ലൈഫ് വഴി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഹാപ്പി ആയിരിക്കും. മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ സന്തോഷിക്കാൻ ഒരു കാരണവും ഇല്ലെങ്കിൽ കൂടി തന്നെ നല്ല സന്തോഷകരമായ പാട്ടുകൾ കേൾക്കുക, നല്ല സന്തോഷകരമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം കൂടുതൽ വന്നു കയറുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.